3 വർഷമായി റഷ്യയും യുക്രൈനും ഏറ്റുമുട്ടുന്നു. ഇരു രാജ്യങ്ങൾക്കും യുദ്ധം നഷ്ടങ്ങൾ മാത്രമാണ് നൽകിയത്. അതിനിടയിൽ യുക്രൈനിൽ പ്രസിഡന്റ് സെലൻസ്കിയുടെ ജനപ്രീതി കുറയുന്നതായി റിപ്പോർട്ട്. കീവ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യോളജി അടുത്തിടെ നടത്തിയ സർവേയിലാണ് ഈ വെളിപ്പെടുത്തൽ. യുക്രൈൻ ജനതയ്ക്ക് സെലൻസ്കിയോടുള്ള വിശ്വാസത്തിൽ ഗണ്യമായ ഇടിവുണ്ടായതായി സർവേ പറയുന്നു. പ്രസിഡന്റ് പദവിയിലും സർക്കാർ, സുരക്ഷ, പോലീസ് എന്നിവയിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം കുത്തനെ ഇടിഞ്ഞതായി പഠനം വെളിപ്പെടുത്തുന്നു. 3 വർഷമായി പോരാട്ടം നടത്തുന്ന സെലൻസ്കിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ സർവേ ഫലം. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ലെന്ന് സെലൻസ്കി തീരുമാനിച്ചിരുന്നു. ഇത് വിരുദ്ധ ഫലം ചെയ്തെന്നാണ് സർവേ നൽകുന്ന സൂചന. തീരുമാനം പ്രസിഡന്റിൻ്റെ ഓഫീസിലുള്ള വിശ്വാസം കുറയുന്നതിന് കാരണമായതായി സർവേ പറയുന്നു. 2022 ഡിസംബറിൽ 84% വിശ്വാസ്യത. 2024 ഡിസംബർ ആയപ്പോഴേക്കും 45% ആളുകളുടെ വിശ്വാസ്യത കുറഞ്ഞതായി സർവേ ഫലം പറയുന്നു. ജനങ്ങളുടെ അവിശ്വാസം 2 വർഷം മുമ്പുള്ള 5% നിന്ന് 31% ഉയർന്നതായും ഫലം പറയുന്നു. റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് 2022 ഫെബ്രുവരി 24 മുതൽ രാജ്യം പട്ടാള നിയമത്തിൽ കീഴിലാണ്. യുക്രൈനിയൻ നിയമം സൈനിക നിയമ സമയത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ അനുവദിക്കുന്നില്ല. ഇത് സെലൻസ്കിയുടെ പ്രസിഡൻഷ്യൽ കാലാവധിയുടെ നിയമസാധുതയെക്കുറിച്ചുള്ള ആശങ്ക ജനങ്ങളിൽ ഉയരുന്നതിന് കാരണമായി. യുക്രൈനിയൻ പാർലമെൻറ്റിനെക്കുറിച്ച് പൗരന്മാർക്കിടയിലുള്ള വിശ്വാസം 35% നിന്ന് 13% കുറയുകയാണുണ്ടായത്. അതേസമയം അവിശ്വാസം 34% നിന്ന് 68% ഉയർന്നു. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ട്രസ്റ്റ് റേറ്റിംഗ് 55% നിന്ന് 20% കുറഞ്ഞിട്ടുണ്ട്. അവിശ്വാസം 2022 19% നിന്ന് 53% ഉയർന്നു. യുദ്ധത്തിൽ മടുത്ത ഒരു ജനതയുടെ നിലപാടാണ് സർവേയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതിനിടെ അമേരിക്കയെ കൂട്ടുപിടിച്ച് വെട്ടിലായിരിക്കുകയാണ് യുക്രൈന് അമേരിക്ക നൽകിയ വാഗ്ദാനങ്ങളെല്ലാം വെറും വാക്കുകളായി. അമേരിക്കയുടെ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് യുക്രൈന് അമേരിക്കയുടെ ഈ കള്ളക്കളി മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. യുദ്ധത്തിൽ യുക്രൈന് വേണ്ട സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത് ഒപ്പം നിൽക്കാമെന്ന് ഉറപ്പ് നൽകിയ രാജ്യമാണ് അമേരിക്ക. എന്നാൽ അമേരിക്ക വാഗ്ദാനം ചെയ്ത സഹായങ്ങളിൽ പകുതിയും ലഭിച്ചിട്ടില്ലെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇപ്പോൾ പറയുന്നത്. അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ അഴിമതിയാണ് ഇതിന് പിന്നിലെന്നാണ് സെലൻസ്കിയുടെ ആരോപണം. $177 ബില്യൺ റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമായതിനു ശേഷം അമേരിക്ക യുക്രൈന് വേണ്ടി അനുവദിച്ചത്. എന്നാൽ അതിലെ എല്ലാ ഫണ്ടുകളും സഹായ പാക്കേജുകളും വിതരണം ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം കഴിഞ്ഞ മാസം പരാതിപ്പെട്ടത്. എന്തായാലും ഒറ്റയടിക്ക് അങ്ങനെ അമേരിക്കയെ പിണക്കാനാവില്ല. അതും യുദ്ധം മുറുകി നിൽക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സഹായങ്ങൾ വാഗ്ദാനം നൽകിയിട്ട് അത് നൽകാത്തവർക്കെതിരെ സെലൻസ്കി വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. ഇതിനു മുമ്പും ഇത് സംബന്ധിച്ച പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്.